മോനെ ഒരു പഴമെടുത്ത് കഴിക്ക് എന്ന് അമ്മ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആപ്പിളോ ഓറഞ്ചോ എന്തിന് ചക്ക പോലും വരില്ല. കാരണം മലയാളിക്ക് പഴം എന്നാൽ അത് വാഴപ്പഴം മാത്രമാണ്. അത്രമേൽ ആഴത്തിലാണ് ഈ ചെടി നമ്മുടെ സംസ്കാരത്തിൽ വേരൂന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ സ്വന്തം വാഴപ്പഴം എവിടെ നിന്നാണ് വന്നത്? ആഗോളതലത്തിൽ വാഴകളുടെ ഉത്ഭവം തെക്ക് കിഴക്കൻ ഏഷ്യയിലാണെന്ന് കരുതപ്പെടുന്നു. പലപ്പോഴും ബനാനയും പ്ലാന്റൈനും നമ്മൾ ഒന്നായി കാണാറുണ്ട്. ശാസ്ത്രീയമായി രണ്ടും മ്യൂസ കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും നേന്ത്രപ്പഴം അന്നജം കൂടുതൽ അടങ്ങിയതും പാകം ചെയ്ത് കഴിക്കാൻ അനുയോജ്യമായതുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പഴംപൊരി ഉണ്ടാക്കുന്നത് ഈ നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കുന്ന ചൂടുള്ള പഴംപൊരിയും നമ്മുടെ സ്വന്തം ഉപ്പേരിയും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? കേരളത്തിലെ വാഴപ്പഴങ്ങളുടെ വൈവിധ്യം അത്ഭുതകരമാണ്. പൂവൻ, ഞാലിപ്പൂവൻ, പാളയംകോടൻ, കദളി, റോബസ്റ്റ എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. ഇതിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് തൃശൂരിലെ ചെങ്കാലിക്കോടൻ നേന്ത്രപ്പഴം. സുവർണ നിറവും തൊലിപ്പുറത്തെ ചുവന്ന പാടുകളും ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായ തൃശൂരിലെ ചെങ്കാഴിക്കോട് എന്ന സ്ഥലത്ത് 800 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മഞ്ഞപ്പഴങ്ങൾക്കിടയിൽ ഒരു വിപ്ലവകാരിയെ പോലെ നിൽക്കുന്ന മറ്റൊരു ഇനമുണ്ട്, നമ്മുടെ കപ്പപ്പഴം. ഇതിന്റെ നിറം എങ്ങനെ ഇത്ര ചുവപ്പായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് റെഡ് ഡാക്ക് എന്ന ഇനമാണ്. ഇതിന്റെ ഈ പ്രത്യേക നിറത്തിന് കാരണം ഇതിന്റെ ജനിതക ഘടനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നേന്ത്രപ്പഴം AAB ജീനോം ഗ്രൂപ്പിൽ ഉൾപ്പെടുമ്പോൾ കപ്പപ്പഴം വരുന്നത് AAA ജീനോം ഗ്രൂപ്പിലാണ്. അതായത് ഇത് ജനിതകപരമായി കാവൻഡിഷ് പഴങ്ങളോട് കൂടുതൽ അടുത്തതാണെങ്കിലും സ്വഭാവത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. ഇതിന്റെ തൊലിയിലെ ചുവപ്പ് നിറത്തിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡന്റുകളാണ്. സാധാരണ പഴങ്ങളെക്കാൾ കൂടുതൽ വിറ്റാമിൻ സിയും ബീറ്റ കരോട്ടിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്.